ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. ഈസ്റ്റ് കോഡൂരിൽ വീട്ടിൽ പ്രസവത്തിനിടെ മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തും. കേസിൽ പ്രസവത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോകാതിരുന്ന ഭർത്താവ് സിറാജുദ്ദീനെതിരെ യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. പ്രസവത്തിൽ അവശനിലയിലായ കുഞ്ഞിനെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മലപ്പുറം കോഡൂരിൽ വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചതുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ മറനീക്കി കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യുവതിയുടെ ഭർത്താവിനെ കുറിച്ച് ദുരൂഹത നിറഞ്ഞ കഥാപാത്രമെന്നാണ് നാട്ടുകാർ പറയുന്നത്. യുവതിയുടെ ഭർത്താവ് സിറാജുദ്ദീൻ മലപ്പുറത്ത് മതപ്രഭാഷകനും ആത്മീയ ചികിത്സകനുമായിരുന്നു. നാട്ടുകാരുമായും അയൽക്കാരുമായും യാതൊരടുപ്പവും പുലർത്താതിരുന്ന സിറാജുദ്ദീൻ അസ്മയെയും മക്കളെയും അയൽക്കാരുമായി ബന്ധപ്പെടാനും സമ്മതിച്ചില്ല. അസ്മ ഗർഭിണിയാണെന്ന കാര്യം പോലും നാട്ടുകാരോടും ആശാവർക്കറോടും മറച്ചുവെച്ചു. മരണവിവരം സിറാജുദ്ദീൻ ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവിനെയാണ് ആദ്യം വിളിച്ചറിയിച്ചത്. അസ്മയുടെ വീട്ടിൽ മൃതദേഹം എത്തിയതിനു ശേഷമാണ് പ്രസവത്തിലാണ് മരണമെന്ന് വീട്ടുകാർ അറിഞ്ഞത്. തുടർന്ന് എന്തുകൊണ്ട് ചികിത്സ നൽകിയില്ലെന്ന് സിറാജുദ്ദീനോട് ചോദിക്കുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തു. യുവതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കൊപ്പറമ്പി എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നടത്തുക. അസ്മയുടെ 5ാമത്തെ പ്രസവമായിരുന്നു. ശനിയാഴ്ച വൈകിട്ടോടെ വീട്ടിൽ ആൺകുട്ടിയെ പ്രസവിച്ചതിനു പിന്നാലെ യുവതി മരിക്കുകയായിരുന്നു. തുടർന്ന് മൃതദേഹം രാത്രിയിൽ തന്നെ ഭർത്താവ് സിറാജുദ്ദീൻ യുവതിയുടെ സ്വദേശമായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി. അസ്മയുടെ കുഞ്ഞിനെ പെരുമ്പാവൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചികിത്സ കിട്ടാതെയാണ് മരിച്ചതെന്ന് ആരോപിച്ച് യുവതിയുടെ ബന്ധുക്കൾ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആലപ്പുഴ സ്വദേശിയായ സിറാജുദ്ദീൻ ഈസ്റ്റ് കോഡൂരിൽ കുടുംബത്തോടൊപ്പം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ 10ഓടെ ഇവർ താമസിക്കുന്ന വാടക വീട്ടിൽ പോലീസ് എത്തിയപ്പോഴാണ് വീട്ടിൽ പ്രസവം നടന്ന വിവരം വീട്ടുടമയും പ്രദേശവാസികളും അറിയുന്നത്. യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു. പഞ്ചായത്ത് മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച് ആരോഗ്യവകുപ്പിന് കൈമാറും. ന്യൂസ് ഡെസ്ക്, കോഡൂർ.